everyone, welcome to Krish Talks. അപ്പോൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് റെഗുലേഷൻ, EDP, ബാങ്കിങ്, അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, QT ഒക്കെ ഉണ്ട്. നമ്മൾ ഈ മൂന്ന് തിയറി സബ്ജക്റ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാക്കി 2 പ്രോബ്ലം പേപ്പേഴ്സിന്റെ തിയറി പാർട്ടായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഉടൻ തന്നെ അതിന്റെ ഫുൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് റെഗുലേഷൻ, EDP, ബാങ്കിങ്ങിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകളാണ് കുട്ടികൾക്കുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഏതാണ്? ഈ കോർപ്പറേറ്റ് റെഗുലേഷൻ ആണല്ലോ ഏറ്റവും ടഫായിട്ട് എല്ലാവരും പറയുന്നത്. ഞാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സപ്ലി വരുന്ന ഒരു സബ്ജക്റ്റ് കോർപ്പറേറ്റ് റെഗുലേഷൻ ആണെന്നുള്ളത്. അപ്പൊ തന്നെ ഒരുപാട് കുട്ടികൾക്ക് പേടിയായി, ഇതെങ്ങനെ പഠിക്കണം, ഇതിൽ ഏത് ചാപ്റ്റർ ആണ് ഇമ്പോർട്ടന്റ്, ടോട്ടൽ ഇത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, ദെൻ ഈ ഒരു സബ്ജക്റ്റിന്റെ ബുക്ക് ഏതാണ് ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഈ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾക്കുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് A to Z കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. ഈ ഒരു സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ക്ലിയർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. കാരണം നമ്മൾ ഈ ഒരു ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. എക്സാം എഴുതേണ്ട രീതിയെ കുറിച്ച് പറയുന്നുണ്ട്. 2 മാർക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എങ്ങനെ എഴുതണം, എത്രത്തോളം എഴുതണം, പാസ് മാർക്കിനെ കുറിച്ച്, ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണ്. ഇപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കഴിഞ്ഞ സെമ്മുകളിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞു. ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഞാൻ കണ്ടെടുത്തോളം അവർ വളരെ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ച് പഠിച്ച് എക്സാം എഴുതുമ്പോൾ ഒരു ഷോർട്ട് എസ്സേന്റെ ഫുൾ മാർക്കോ അല്ലെങ്കിൽ എസ്സേക്ക് ഒരു 8 മാർക്കോ 9 മാർക്കോ വരെ എത്തിക്കാനായിട്ട് കുട്ടികൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അതിൽ വളരെ ഷോർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് ഡിസ്റ്റന്റ് ആയിട്ടുള്ള കുട്ടികൾ നിങ്ങൾ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ അവരിടുന്നത്. അപ്പോൾ വാങ്ങണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോസും എല്ലാ സബ്ജക്റ്റിൻ്റെയും നമ്മൾ ഇടുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിർബന്ധം പറയുന്നില്ല. വീഡിയോസ് കണ്ട് നിങ്ങൾ ലെക്ചർ നോട്ടൊക്കെ എഴുതി അങ്ങനെ പഠിച്ചാലും മതി. അല്ലാത്തവര് വാങ്ങാനായിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഏത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു KK അശോകന്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെയാണ്. BCom BBAക്കാർക്ക് സെയിം ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കുന്നത് BComന് ഈ വീഡിയോ തന്നെയാണോ, BBAക്ക് ഈ വീഡിയോ തന്നെയാണോ എന്നുള്ളത്. 2019 മുതൽ ഇപ്പൊ വരെയുള്ള ബാച്ചുകാർക്ക് അതിപ്പോ BCom ആയിക്കോട്ടെ BBA ആയിക്കോട്ടെ ഈ ഒരൊറ്റൊരു ബുക്ക് തന്നെയാണ്, ഈ ഒരൊറ്റൊരു സിലബസ് തന്നെയാണ്. അപ്പോൾ 2019 തൊട്ടുള്ള സപ്ലിക്കാരായിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സിലബസിന് ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ ഈ വീഡിയോസ് തന്നെ കണ്ടുപഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഇനി ഇതിൽ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഒരു കമ്പനിയുടെ തുടക്കം മുതൽ ഒരു കമ്പനി എങ്ങനെ വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ പറയാ, കുട്ടികൾ ചോദിച്ച് കേട്ടിട്ടുള്ളതാണ് ബിസിനസ് റെഗുലേഷൻ പോലെയാണോ, അതായത് 3rd സെമ്മിൽ നിങ്ങളൊരു ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ബിസിനസ് റെഗുലേഷൻ പോലെയാണോ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും 2 അറ്റത്ത് കിടക്കുന്ന സബ്ജക്ട്സ് ആണ്. പേരിൽ കുറച്ച് എന്താ പറയുക, സാമ്യത ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ലോഗോകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഒരു കമ്പനിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇപ്പൊ നമുക്കിനി ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നതാ. അപ്പൊ ഇതിന് മുന്നേ വരെ അവര് ഫോക്കസ് ചെയ്തിരുന്നത് വേറൊരു ആക്ട് ആണ്, വേറൊരു ഇയറിലുള്ള ആക്ട് ആണ്. അപ്പൊ അത് വെച്ചിട്ട് 2013 പുതിയൊരു ആക്ട് വന്നേക്കുവാണ്. അതാണ് കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ആക്ട് പ്രകാരം എന്താണ് ഒരു കമ്പനി, ആ ഒരു ആക്ട് പ്രകാരം എങ്ങനെ ഒരു കമ്പനി നമ്മൾ ഫോം ചെയ്യുന്നു, അതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉടനീളം പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടല്ലോ ഈ ഒരു 2013 ആക്ടിന്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം കമ്പനിയുടെ ഡെഫിനിഷൻ, എത്ര ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്, അതിൽ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒത്തിരി ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഷോർട്ട് എസ്സേക്ക് 2 മാർക്കിനും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ.
അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു സബ്ജക്റ്റിന്റെ ബേസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഒരിക്കലും നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻറ്റും ആണ് ആ ഒരു ചാപ്റ്റർ. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമൻസ്മെന്റ് ഓഫ് ദി ബിസിനസ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയിലും കുറച്ച് സബ് ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു 3 സ്റ്റെപ്സിലൂടെയാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് സ്റ്റേജിലെ പ്രൊമോഷൻ എന്താണ്, അതിലെ പ്രൊമോട്ടർ ആരാണ്, പ്രൊമോട്ടറുടെ ഡ്യൂട്ടീസ്, ലൈബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററും അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പൊ ഫസ്റ്റത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ദെൻ മൂന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഷെയർസ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് നമ്മുടെ തേർഡ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ഇനി വരുന്ന സെമ്മുകളിലായാലും നമുക്ക് ഇതോട് റിലേറ്റ് ചെയ്ത് വരുന്ന സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. അപ്പോൾ ഇപ്പോഴും കുറേ പേർക്ക് അറിയില്ല. ഇപ്പം നിങ്ങൾ അക്കൗണ്ടൻസിയിലായാലും ഷെയറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാ. ഷെയറിൻ്റെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയാണല്ലോ. പക്ഷെ ഇപ്പോഴും അറിയില്ല കുട്ടികൾക്ക് എന്താണ് ഷെയർ, എവിടെയാണ് ഒരു ഷെയർ ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, എത്ര ടൈപ്പ് ഓഫ് ഷെയർസ് ഉണ്ട്, എന്താണ് ഒരു ഷെയർ മാർക്കറ്റ്, ആരാണ് ഒരു ഷെയർ ഹോൾഡർ, അങ്ങനെ ഷെയർ, അതേപോലെ തന്നെ നമ്മൾ ഷെയർ ക്യാപിറ്റൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ. അപ്പോൾ തേർഡ് ചാപ്റ്ററും അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിനും നിങ്ങൾ നല്ല രീതിക്ക് ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റേജ് അനുസരിച്ച്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് എത്രയാണ് വെയിറ്റേജ് എന്നുള്ളത്, അതായത് ഓരോ ചാപ്റ്ററിനും എക്സാമിന് വരുന്ന മാർക്ക് ഉണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെ ആ ഒരു രീതി അനുസരിച്ചല്ല യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അതായത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യമാണ് വരിക, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് 12 മാർക്കിനുള്ള ചോദ്യം വരും. അപ്പൊ നമുക്കറിയാലോ, ഓക്കെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനത്തെ രീതിക്കല്ല അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പോൾ വെയിറ്റേജ് നിങ്ങൾ നോക്കരുത്, പാസ് മാർക്ക് നിങ്ങൾ നോക്കരുത്. ഇപ്പൊ ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നമുക്ക് 35 മാർക്കാണ് പാസ് മാർക്ക്. അതിൽ 20 മാർക്ക് ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ MCQ അറ്റൻഡ് ചെയ്തിട്ടും റെഗുലർകാർക്ക് ഇന്റേണൽ മാർക്ക് വഴിയും കിട്ടുന്നതാണ് ഈ 20 മാർക്ക് എന്ന് പറയുന്നത്. ബാക്കി 15 മാർക്ക് നമ്മൾ എഴുതി വാങ്ങേണ്ട മാർക്കാണ്. അപ്പൊ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ MCQ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏകദേശം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും 20 എനിക്ക് ഇപ്പം എത്ര 18 കിട്ടുമോ 20 കിട്ടുമോ എന്നുള്ളതൊക്കെ. ദെൻ ഇന്റേണൽ മാർക്ക് ഓൾറെഡി അവർക്ക് അറിയുന്നുണ്ടാവും എനിക്ക് ഇത്ര ഇന്റേണൽ മാർക്ക് കിട്ടി എന്നുള്ളത്. അപ്പൊ അവർ അതിനനുസരിച്ചുള്ള 15 മാർക്കിനുള്ളത് തന്നെ എഴുതി വെക്കും. അവർക്ക് എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അറിയാമെന്നുണ്ടെങ്കിലും മടി കാരണമോ മറ്റോ ആ ഒരു പാസ് മാർക്കിനുള്ളത് മാത്രം അവർ എഴുതി വെക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലാണ് അത് 15 മാർക്ക് ഉണ്ടാവുക, നോക്കുന്ന ടീച്ചറിന്റെ കണ്ണിൽ അത് 8ഓ 10ഓ മാർക്കിനുള്ളത് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ഫെയിൽ ആവുന്നത്. ഇതിൽ ഭൂരിപക്ഷം കുട്ടികളും പാസ് മാർക്ക് നോക്കി എക്സാമിന് പോകുന്ന കുട്ടികളാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാൻ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 80 മാർക്കാണ്. അപ്പൊ അത്രയും നമ്മൾ 80ഓളം നമ്മൾ സ്വപ്നം കണ്ടാലേ നമുക്കൊരു 30ഓ 40ലേക്കോ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഒരിക്കലും ഒരു 15 35 സ്വപ്നം കണ്ട് നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോവാതിരിക്കുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. 2 മാർക്ക് എത്രത്തോളം എഴുതണം, ഷോർട്ടസ്റ്റ് എൻഡ് ഏരിയ, എൻഡ് ഏരിയനെ കുറിച്ചൊക്കെ പറയാം. ദെൻ അതിന് മുന്നേ 4th ചാപ്റ്റർ മാനേജ്മെന്റ് ഓഫ് കമ്പനീസ് ആണ്. കമ്പനിയുടെ മാനേജ്മെന്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാര്യമാണ് നമുക്ക് 4th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി നമ്മുടെ 5th ചാപ്റ്ററിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ കമ്പനി മീറ്റിംഗ്സ് എന്നാണ് ആ ഒരു ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ്, അങ്ങനെ കമ്പനി മീറ്റിംഗ് നമ്മൾ കൂടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അജണ്ട എന്താണ്, കോറം എന്താണ്, മിനിറ്റ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് 5th ചാപ്റ്റർ. ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ദെൻ 6th ചാപ്റ്റർ വളരെ ഈസിയാണ്, വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. അതായത് ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു സബ്ജക്റ്റിന്റെ തുടക്കത്തിലുള്ള ചാപ്റ്റർ നമ്മൾ എന്തായിരുന്നു, കമ്പനി തുടങ്ങുന്ന കാര്യമില്ലേ, അവസാനത്തെ ചാപ്റ്ററിൽ വൈൻഡിങ് അപ്പ് ആണ്. അപ്പൊ ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വോളണ്ടറി വൈൻഡ് അപ്പ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതാണ് 6th ചാപ്റ്റർ. അപ്പൊ ഈ ഒരു 4, 5, 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് എപ്പോഴും ഓർഡറിൽ പഠിക്കുന്നതാണ് നല്ലത്, ആദ്യത്തെ ചാപ്റ്റർ മുതൽ. കാരണം ആ ഒരു ബേസ് തൊട്ട് പഠിച്ച് വരുന്നതാണ്
ഏറ്റവും നല്ലത്. അങ്ങനെ പഠിക്കുവാണെങ്കിൽ 4, 5, 6 നിങ്ങൾക്ക് വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പൊ ഇതിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. 4, 5, 6 നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ 6 ചാപ്റ്റേഴ്സും നമ്മുടെ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ആൻസേഴ്സും എഴുതേണ്ട രീതിയെക്കുറിച്ചാണ്. 2 മാർക്കിന് എങ്ങനെ ആൻസർ അറ്റൻഡ് ചെയ്യണം, എത്രത്തോളം എഴുതണം, ഷോർട്ട് എസ്സേ, അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ 2 മാർക്കിന്റെ കാര്യം പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് എ കമ്പനി അല്ലെങ്കിൽ ഡിഫൈൻ കമ്പനി എന്നൊക്കെ നമ്മൾ എടുത്ത് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ വാട്ട് ഈസ് എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ ഡയറക്റ്റ് ആ ഒരു ആൻസറിലോട്ട് വന്നോളൂ. പക്ഷെ ഡിഫൈൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസും ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതണം. അപ്പൊ ഡിഫൈൻ കമ്പനി അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ആൻസർ നിങ്ങൾ ഡെഫിനേഷൻ പോലെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഡെഫിനേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനി എന്താണെന്ന് അറിയുന്ന പോലെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി എത്രത്തോളം എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 to 5 സെന്റൻസ്, ഒരു കുട്ടി പാരഗ്രാഫ് ആയിട്ട് വേണം നിങ്ങൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് എന്താണ് ഹോൾഡിംഗ് കമ്പനി എന്ന് ചോദിച്ചു. അപ്പം അത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഒരു ചോദ്യം വന്ന വഴി നമ്മൾ കാണിക്കണം. അതായത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് കമ്പനിയാണ്. അപ്പം ആദ്യം കമ്പനി എന്താന്ന് ഒരു 2 ലൈൻസ് എഴുതിയിട്ട് വേണം ഹോൾഡിംഗ് കമ്പനി എന്താന്ന് എഴുതാനായിട്ട്. മനസ്സിലായോ? അതേപോലെ തന്നെ ആരാണ് പ്രൊമോട്ടർ എന്ന് ചോദിച്ചു. അപ്പൊ പ്രൊമോഷൻ എന്താന്ന് എഴുതിയിട്ട് വേണം പ്രൊമോട്ടർ ആരാന്ന് എഴുതാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അവർ വന്ന വഴി കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് നമ്മുടെ 2nd ചാപ്റ്ററിൽ എന്താ പറയുക, ഫസ്റ്റത്തെ 2 സ്റ്റേജസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് കമ്പനി ചോദിച്ചു. ഒരു കമ്പനി ഫോം ചെയ്യുന്ന ആദ്യത്തെ 2 സ്റ്റേജിനെ കുറിച്ച് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിലും ആദ്യം കമ്പനി എന്താന്ന് എഴുതിയിട്ട് വേണം 3 സ്റ്റേജസ് ഉണ്ട്, അതിൽ 2 എണ്ണം ഇതാണ് എന്ന് പറഞ്ഞ് ആൻസർ എഴുതാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രക്ചർ, ഒരു വേ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. 2 മാർക്ക് എഴുതുമ്പോൾ ഒരു 4 or 5 വരെയുള്ള ചെറിയ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഷോർട്ട് എസ്സേക്ക് കിടക്കുന്ന സമയത്ത് ശരിക്കും പറയാ ഒരു പേജിന്റെ ഒരു പുറം, ഇപ്പോൾ ഇതൊരു പേജ് ആണെങ്കിൽ ഈ ഒരു പേജിന്റെ ഒരു പുറം ഫുള്ളായിട്ട് എഴുതുന്ന രീതിക്കാണ് നിങ്ങൾ ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്നായിരിക്കും ചോദ്യം. അപ്പൊ കമ്പനി എന്താണെന്നൊരു ചെറിയ പാരഗ്രാഫ് എഴുതി, അതിനുശേഷം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് എഴുതി, അതിനുശേഷം ലാസ്റ്റ് ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് കൂടി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു പേജിന്റെ ഒരു പുറം, അത് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വല്ലാണ്ട് വാരി വലിച്ച് എഴുതണ്ട, പക്ഷെ മിനിമം ഒരു പേജിന്റെ ഒരു പുറമെങ്കിലും ഷോർട്ട് എസ്സേ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി നമ്മൾ എസ്സേന്റെ കേസിലേക്ക് കിടക്കുവാണെങ്കിൽ ഒരു പേജിന്റെ 2 പുറം, അതായത് ഈ ഒരു സൈഡും അതേപോലെ തന്നെ അതിന്റെ ബാക്കിലത്തെ ഒരു സൈഡും പിന്നെ ഒരു പേജിന്റെ പകുതിയോളം, അങ്ങനെ ഒരു 2.5 പുറമെങ്കിലും എസ്സേ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അതിലും മസ്റ്റായിട്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും കൺക്ലൂഷൻ പാരഗ്രാഫും കൊടുക്കുക. പിന്നെ ഉള്ളില് പാരഗ്രാഫ് തിരിച്ചെഴുതേണ്ടതാണെങ്കിൽ മൊത്തം 5 പാരഗ്രാഫ് ആയിട്ട് വേണം എസ്സേ എഴുതാനായിട്ട്. ഇനിയിപ്പോൾ പാരഗ്രാഫ് തിരിക്കേണ്ടതല്ല, ഡിഫറൻസോ ഇപ്പോൾ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അത് 2നെയും കുറിച്ചും കൊടുക്കുക. അതായത് ഒരു കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ആണ് അത് എന്നൊക്കെ പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുത്തിട്ട് ടേബിൾ തിരിച്ച് ഡിഫറൻസ് എഴുതാം. ഇപ്പൊ ഡിഫറൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ടേബിൾ തിരിച്ചെഴുതാം, പാരഗ്രാഫ് 2 ഡിഫറെന്റ് പാരഗ്രാഫ് ആക്കി എഴുതാം, പോയിന്റ് വൈസ് ആയിട്ടും എഴുതാം. ഇതിൽ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കുറച്ചും കൂടി ബെറ്റർ ടേബിൾ തിരിച്ചെഴുതുന്നതായിരിക്കും. അതേപോലെ ലാസ്റ്റ് ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആൻസർ സെറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എഴുതണം. ഒരു 12 or 15 എണ്ണം ഉണ്ടാവുമല്ലോ ക്വസ്റ്റ്യൻസ്, അപ്പൊ അത് മൊത്തമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 12 എണ്ണം ആണെങ്കിൽ 12 എണ്ണവും നിങ്ങൾ എഴുതുക. അവിടെ നിങ്ങൾ സീലിംഗിന്റെ കാര്യം നോക്കണ്ട. പിന്നെ ഷോർട്ട് എസ്സേ വരുമ്പോൾ എത്ര എണ്ണാണോ അവർ പറഞ്ഞിരിക്കുന്നത്, 4 ക്വസ്റ്റ്യനോ 5 ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. എസ്സേ 2 എണ്ണം തന്നെ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ 10 മാർക്കിന്റെ 2 എസ്സേ മുഴുവനായിട്ടും നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. മടി കാരണം ഒരു എസ്സേ മാത്രം എഴുതി വെച്ച് പോരരുത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചും ഇതിലെ ചാപ്റ്റേഴ്സിനെ കുറിച്ചും എക്സാം എഴുതേണ്ട രീതി. പാസ് മാർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു, സീലിംഗിന്റെ കാര്യം പറഞ്ഞു. 2 മാർക്ക് നിങ്ങൾ സീലിംഗ് നോക്കണ്ട, ഷോർട്ട് എസ്സേ സീലിംഗ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എഴുതിക്കോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വേഗം നിങ്ങൾ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ദെൻ 4, 5, 6 നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് പോലെ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ആൻസേഴ്സ് പോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതുന്ന യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്കത് മനസ്സിലാക്കി ആൻസേഴ്സ് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് അതിന്റെ ആൻസർ വായിക്കുക. ആൻസർ വായിച്ചിട്ട് അത് മലയാളത്തിൽ മനസ്സിലാക്കുക. എന്താണ് ഒരു കമ്പനി? ഓക്കെ, ഒരു കമ്പനിക്ക് 3 സ്റ്റേജ് ഉണ്ട്, അങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കുക.
പറഞ്ഞു നോക്കിയതിന് ശേഷം വേണം നിങ്ങളത് എന്ത് ചെയ്യാൻ, എഴുതി നോക്കാൻ, ഇംഗ്ലീഷിലോട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും പഠിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് പോലെ പഠിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ മുൻപിൽ ഒരു കുട്ടി ഉണ്ട്, അപ്പൊ ആ കുട്ടീനെ നമ്മൾ എങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കുക, അതേപോലെ ഇപ്പൊ ഈ കമ്പനിക്ക് 3 സ്റ്റേജ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിൽ നിൽക്കും. അപ്പൊ വീട്ടിലൊരു വൈറ്റ് ബോർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ എഴുതിയിട്ടൊക്കെ ഒരാൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെയൊക്കെ പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഈ ഒരു ടിപ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ ടിക്കിട്ട് പോവുക, പഠിക്കാത്ത ചാപ്റ്റേഴ്സിന് കുറച്ച് ഡേയ്സ് ഒക്കെ മാറ്റി വെക്കുക, ടൈം ടേബിൾ ഒക്കെ ഇട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, നമ്മൾ അത് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് ചേരണം എന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.